ഹലോ ഹായ് അസ്സലാമു അലൈക്കും. അതിമിനസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മൾ നാടൻ മാങ്ങ വെച്ചിട്ട് കടുമാങ്ങ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതന്ന് നമ്മൾ ഇവിടുന്ന് പറിച്ചതാണ്, നമ്മൾ വീട്ടിൽ നിന്ന് പറിച്ചത് മാങ്ങയാണ് കേട്ടോ. അതൊരു 4 മാങ്ങ എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അതും തന്നെ അന്ന് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് അതുപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കഷ്ണങ്ങളാക്കി വെക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് വേണ്ട എന്തൊക്കെയെന്ന് വെച്ചാൽ കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, പിന്നെ കുറച്ച് കറിവേപ്പില. പിന്നെ ആ മൺചട്ടി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ നമ്മൾ മൺചട്ടിയിലാണ് വെക്കുന്നത് കേട്ടോ. അത് നമ്മൾ അടുപ്പത്ത് വെച്ച് ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ മാങ്ങ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് പഴുത്തിട്ടുണ്ട്, എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതാ നമ്മൾ ചട്ടി ചൂടായതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ച് പിന്നെ അതിൽ കുറച്ച് കടുക് ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ കുറച്ച് ഉലുവ, പിന്നെ നമ്മൾ ഇടുന്നത് കുറച്ച് ചെറിയ ജീരകം കേട്ടോ. ഈ ചെറിയ ജീരകം കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആട്ടോ, നല്ലൊരു ടേസ്റ്റുമാണ്, നല്ലൊരു സ്മെല്ലും ആട്ടോ ഇതിന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ ചെറിയ ജീരകം ചേർക്കുന്നത്. അപ്പോൾ അത് ചേർക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചേർത്തിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അത് അതിലേക്ക് നമ്മൾ ഈ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വയറ്റുക കേട്ടോ. അത് സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം, നല്ല ടേസ്റ്റുമാണ് കേട്ടോ അതിന്. പിന്നെ അത് അതിലേക്ക് നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള മാങ്ങ ഇട്ട് കൊടുക്കുക. പിന്നെ അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ, വെളുത്തുള്ളിൻ്റെതും ഇഞ്ചി പിന്നെ ഒരു ചെറിയ ജീരകത്തിൻ്റെ ഒക്കെ ഒരു സ്മെല്ല്, നല്ല അടിപൊളി സ്മെല്ല് കേട്ടോ. പിന്നെ അത് അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കൊന്ന് അടിച്ച് വെക്കാം കേട്ടോ, ഒന്ന് വേവട്ടെ കേട്ടോ. ഇതാ കുറച്ച് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയപ്പം ചെറുതായിട്ട് തിള വരുന്നുണ്ട് കേട്ടോ. അതാ നന്നായിട്ട് പതിച്ച് വരുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെയൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇതാ കുറച്ച് കഴിഞ്ഞ് നമ്മളൊന്ന് അടുപ്പ് തുറന്ന് നോക്കിയപ്പം ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. ഉപ്പ് ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പിന്നെ അതിലേക്ക് വേണ്ടത് ശർക്കരയാണ് കേട്ടോ. ഞാൻ ശർക്കര ഒന്ന് പൊട്ടിച്ചിട്ട് ഇതിലിടുന്നത് കേട്ടോ. അത് വേഗം ഒന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ അതാ കുറച്ച് ഒരു 2 ശർക്കര എടുത്തിട്ടുള്ളത്. പിന്നെ അതാ അതും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അതാ നമ്മുടെ കടുമാങ്ങ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഇതാ തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. നന്നായിട്ട് പതിച്ച് വന്നിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ച് വെക്കാം. നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള നമ്മൾ കടുമാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചോറ് നമുക്ക് തന്നെ മതിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്.
അപ്പോൾ ഇതാ ഇത്രയുള്ള നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.